അയ്യോ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്വസ്റ്റിക്സിനകത്തെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ അതുപോലെ കുറച്ച് ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ആ ഒരു പോർഷൻസ് നമുക്ക് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ കുറേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റിൽ ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? അക്വസ്റ്റിക് വേവ് വിത്ത് ഫ്രീക്വൻസി ബിലോ 20 ഹേർട്സ് ആർ റെഫേർഡ് ടു. നമുക്കറിയാം വേവ്സിനെ നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ ഫ്രീക്വൻസി റേഞ്ച് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒഡിബിള്, അൾട്രാ, ഇൻഫ്രാസോണിക്. ഇതിനകത്ത് ഒഡിബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20 ഹേർട്സ് തൊട്ട് 20 കിലോ ഹേർട്സിൻ്റെ ഇടയിൽ റേഞ്ച് വരുന്ന അതാണ് ഒഡിബിള്, ഹ്യൂമൻ ഇയറിന് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഇൻഫ്ര എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്ര എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിന് താഴെ വരുന്ന സൗണ്ട് ആണ് ഇൻഫ്ര. 20 കിലോ ഹെർട്സിന് മേളിൽ വരുന്നതാണ് നമ്മൾ അൾട്രാസോണിക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വേവ്സ് വിത്ത് ഫ്രീക്വൻസി ബിലോ 20 ഹെർട്സ് അല്ലേ? ബിലോ 20 ഹെർട്സ് ഏതാ? ഇൻഫ്രാസോണിക് ആണ്, അല്ലേ? സോ നമ്മുടെ ആൻസർ ഇൻഫ്രാസോണിക് വേവ്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് തന്നെയാണ് കേട്ടോ, എല്ലാം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അക്വസ്റ്റിക്സ് വേവ് വിത്ത് ഫ്രീക്വൻസി ഇൻ ദ റേഞ്ച് ഓഫ് 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ്. അത് നമ്മളിപ്പം പറഞ്ഞല്ലോ, 20 ഹെർട്സിനും 20 കിലോ ഹെർട്സ്. 20 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ എന്താ? 20,000 ഹെർട്സിനെ തന്നെയാണ് നമ്മൾ 20 കിലോ ഹെർട്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ വരുന്നതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഒഡിബിൾ എന്നായിരുന്നു വിളിച്ചത്, അല്ലേ? ഒഡിബിൾ വേവ്സ്. നെക്സ്റ്റ്, അക്വസ്റ്റിക് വേവ് വിത്ത് ഫ്രീക്വൻസി എബവ് 20 കിലോ ഹെർട്സ്. 20 കിലോ ഹെർട്സിന് എബവ് ആയിട്ടുള്ളത് അൾട്രാസോണിക്. കണ്ടോ? അപ്പം നമ്മൾ ആ 3 ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ആ 3 വേവ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഹൈപ്പർസോണിക്. ഹൈപ്പർസോണിക്, സബ്സോണിക്, സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ, അല്ലെ, മാക് നമ്പേഴ്സിൻ്റെ ഒക്കെ ബേസിസിൽ എന്താ നമ്മൾ പറയുന്നത്. മാക് നമ്പർ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സബ്സോണിക് എന്ന് വിളിക്കുന്നു. മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സൂപ്പർസോണിക് എന്ന് വിളിക്കുന്നു. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹൈപ്പർസോണിക് എന്ന് വിളിക്കും, അല്ലേ? ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൈപ്പർസോണിക് വേവിൻ്റെ ഫ്രീക്വൻസി ഇതിനകത്ത് ഏത് റേഞ്ചിൽ വരുന്നതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എബവ് 1 GHz ആണ് കേട്ടോ. ഹൈപ്പർസോണിക് വേവ്സ് എന്ന് പറയുന്നത് ടിപ്പിക്കലി ഹാവ് ഫ്രീക്വൻസി എബവ് 1 GHz. നെക്സ്റ്റ് വൺ, അക്വസ്റ്റിക് വേവ്സ് ദാറ്റ് cannot be detected by the human ear fall under. അപ്പോൾ ഏത് വേവ് ആണ് എന്താ ഹ്യൂമൻ ഇയറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് വേവ്സ് ആണ്, അക്വസ്റ്റിക് വേവ്സ് ആണ് ഹ്യൂമൻ ഇയറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കേ. ഒഡിബിൾ, അൾട്രാസോണിക് ആൻഡ് ഇൻഫ്രാസോണിക്, ഹൈപ്പർസോണിക്, ഒൺലി സോണിക് വേവ്സ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നന്നായിട്ട് നോക്കണം, എങ്കിലേ നമുക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്താ? അൾട്രാസോണിക് ആൻഡ് ഇൻഫ്രാസോണിക് വേവ്സ് ആണ്, അല്ലേ? അതാണ് മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻസ് പ്രൈമർലി യൂസസ് അൾട്രാസോണിക് വേവ്സ്? ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ അൾട്രാസോണിക് വേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ആപ്ലിക്കേഷനിലാണ്? എർത്ത് മോണിറ്ററിംഗ്, ഹ്യൂമൻ ഇയറിംഗ് എയ്ഡ്സ്, മെഡിക്കൽ ഇമേജിംഗ്, ഹൈപ്പർസോണിക് ഫ്ലൈറ്റ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ അൾട്രാസോണിക് വേവ്സ് യൂഷ്വലി പ്രൈമർലി ഈ കൊടുത്തിരിക്കുന്ന 4 എണ്ണത്തിൽ നമ്മൾ ഏതാണ് പ്രൈമർലി ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? മെഡിക്കൽ ഇമേജിങ്ങിനാണ്, അല്ലേ? അൾട്രാസോണിക് ഇമേജിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. സോ മെഡിക്കൽ ഇമേജിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഇൻഫ്രാസോണിക് വേവ്സ് ആർ കോമൺലി പ്രൊഡ്യൂസ്ഡ് ബൈ. അപ്പം ഇത് നിങ്ങൾ ഓപ്ഷൻസ് നന്നായിട്ട് നോക്കണം. നമ്മൾ ഒഡിബിളിൻ്റെ കാര്യം പറഞ്ഞു. ഒഡിബിളിൽ നമ്മൾ പറഞ്ഞു എന്താ? ഹ്യൂമൻ ഇയറിന് എന്താ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് ഒഡിബിൾ. ഇൻഫ്രാ അൾട്രയുടെ ഒക്കെ നമ്മൾ എന്താ ഫ്രീക്വൻസി റേഞ്ചസ് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇൻഫ്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴൊക്കെ ആയിരിക്കും? വോൾക്കാനിക് ഇറപ്ഷൻ, എർത്ത് ക്വേക്സ്, അങ്ങനെയൊക്കെ. പിന്നെ ഓർഗാനിസത്തിൻ്റെ കേസസിൽ നോക്കിക്കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് ഇൻഫ്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ആർക്കൊക്കെയാണ് അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? വെയിൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇൻഫ്രായും അൾട്രായും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വെയിൽസ്.
അപ്പം ഈ വെയിൽസിന്റെ കൂടെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. വെയിൽസ് ആൻഡ് കണ്ടോ, ഇവിടെ നമുക്ക് വെയിൽസ് ആൻഡ് എർത്ത് അൾട്രാസോണിക് ക്ലീനിങ് ഡിവൈസസ്, ബാറ്റ് ആൻഡ് ഡോൾഫിൻ, ലൗഡ് സ്പീക്കർ. ഇതിൽ ബാറ്റ് ആൻഡ് ഡോൾഫിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ബാറ്റ് ആൻഡ് ഡോൾഫിൻ. ബാക്കി അപ്പൊ അതങ്ങ് പോയി. ഇനി ബാക്കി മൂന്നെണ്ണം നോക്കിക്കേ. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ട് ആൻസർ തോന്നുന്നത് ഏതാ ഇതിനകത്ത്? വെയിൽസ് ആൻഡ് എർത്ത് ആണ് അല്ലേ? വെയിൽസ് ആൻഡ് എർത്ത്. Which of the following animal can hear ultrasonic wave? ഈ കൂട്ടത്തിൽ ഏത് അനിമലിനാണ് അൾട്രാസോണിക് വേവ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഹിയർ ചെയ്യാൻ പറ്റുന്നത്? ഹ്യൂമൻസിന് പറ്റില്ല, എലിഫന്റ്സിന് ഇൻഫ്രാ മാത്രമേ പറ്റത്തുള്ളൂ, ബാറ്റ്, വെയിൽസ്. നമ്മൾ നോക്കണം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമ്മൾ നോക്കേണ്ടത്. ബാറ്റ് വെയിൽസിന്റെ കേസിൽ വെയിൽസിന്റെ കാറ്റഗറീസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറ്റും, പക്ഷേ ബാറ്റ് ആണ് നമ്മുടെ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. അപ്പോൾ ബാറ്റ് ആണല്ലോ നമ്മൾ എന്താ അൾട്രാസോണിക് പഠിക്കുമ്പം നമ്മൾ എപ്പോഴും എക്കോലൊക്കേഷൻ എന്നൊക്കെ പറയുന്ന ഫിനോമിനൊക്കെ നമ്മൾ ഒത്തിരി വട്ടം പഠിച്ചിട്ടുണ്ട്. എക്കോലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാറ്റ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സൗണ്ട് വേവ് ചെന്നിട്ട് എന്താ ഒരു സാധനത്തിൽ തട്ടുന്നു. ഫോർ എക്സാമ്പിൾ അതിന് കഴിക്കേണ്ട ഏതെങ്കിലും ഒരു സാധനത്തിൽ ചെന്ന് തട്ടുന്നു. അവിടുന്ന് തട്ടിയത് തിരിച്ച് അതിൻ്റെ കാതിലേക്ക് വരുന്നു. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു ദൂരം ബാറ്റ് മെഷർ ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ പ്രേനെ ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫുഡ് ഐറ്റംസിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതാണ് എക്കോലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യുന്നത് എന്താ? അൾട്രാസോണിക് സൗണ്ട് വേവ്സിനെയാണ് കേട്ടോ. അപ്പോൾ ആൻസർ ബാറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ, ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓഡിബിൾ ടു ദ ഹ്യൂമൻ ഇയർ ഈസ് ടിപ്പിക്കലി. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ഹ്യൂമൻ ഇയറിന് ഒഡിബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി റേഞ്ച്? നമുക്കറിയാം, ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. 20 Hz to 20 kHz ആണ് അല്ലേ? 20 Hz to 20 kHz. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The piezoelectric effect is commonly used to generate which type of acoustic wave? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? പീസോഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ കോമൺലി യൂസ് ടു ജനറേറ്റ് വിച്ച് ടൈപ്പ് ഓഫ്, ഏത് അക്വസ്റ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ പീസോഇലക്ട്രിക് എഫക്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അറിയണം എന്താണ് പീസോഇലക്ട്രിക് എഫക്റ്റ്. എന്താ പീസോഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? പീസോഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മെറ്റീരിയൽസ് ഇല്ലേ, ചില മെറ്റീരിയൽസ് എന്ന് പറയുമ്പം ക്വാർട്സ്, സെറാമിക്സ് പോലെയുള്ള ചില മെറ്റീരിയൽസ്, ഇവരെ നമ്മൾ എന്താ മെക്കാനിക്കൽ സ്ട്രെസ്, ഇവരിലേക്ക് ഒരു മെക്കാനിക്കൽ സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഇലക്ട്രിക് ചാർജ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ പീസോഇലക്ട്രിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു എഫക്റ്റ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മുടെ അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ഡിവൈസസിലൊക്കെയാണ് നമ്മൾ ഈ പീസോഇലക്ട്രിക് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു എഫക്റ്റ്? അൾട്രാസോണിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് കേട്ടോ. അപ്പം പീസോഇലക്ട്രിക് എഫക്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മെറ്റീരിയലിനെ കുറിച്ച് ഓർക്കുക. ക്വാർട്സ്, സെറാമിക്സ് പോലുള്ള മെറ്റീരിയൽ ഓർക്കുക. അൾട്രാസോണിക് വേവ്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്രയും നിങ്ങൾ ഓർത്താൽ മതി, ഭയങ്കര ഡീപ്പായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന്റെ ആൻസർ എന്താ? അൾട്രാസോണിക് വേവ്സ് ആണ്. നെക്സ്റ്റ് വൺ, ആനിമൽസ് സച്ച് ആസ് എലിഫന്റ് കമ്മ്യൂണിക്കേറ്റ് യൂസിങ്. കണ്ടോ, ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു എന്താ നിങ്ങൾക്ക് ആ ഒരു ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചു മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ ഇട്ടേക്കുക. ആനിമൽസ് സച്ച് ആസ് എലിഫന്റ് കമ്മ്യൂണിക്കേറ്റ് യൂസിങ് വിച്ച് ടൈപ്പ് ഓഫ് അക്വസ്റ്റിക് വേവ്? ഏത് അക്വസ്റ്റിക് വേവ്സ് വെച്ചിട്ടാണ് എലിഫന്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഏതാ? ഇൻഫ്രാസോണിക് വേവ്സ് ആണെന്ന് നമുക്കറിയാം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഫ്രീക്വൻസി ഓഫ് അക്വസ്റ്റിക് വേവ്സ്? അക്വസ്റ്റിക് വേവ്സിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? ഇതിനകത്ത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓസിലോസ്കോപ്പ്, ഓപ്ഷൻ ബി സ്പെക്ട്രോമീറ്റർ, സി ഫ്രീക്വൻസി കൗണ്ടർ, ഡി ബോത്ത് എ ആൻഡ് സി എന്ന് പറയുമ്പോൾ ഓസിലോസ്കോപ്പും ഫ്രീക്വൻസി കൗണ്ടറും. ഇതിൽ നമുക്ക് സ്പെക്ട്രോമീറ്ററിനെ അറിയാം. സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത് എന്താ? സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാനും സ്പെക്ട്രൽ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനും അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് മെഷർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്പെക്ട്രോമീറ്റർ. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് സ്പെക്ട്രോമീറ്റേഴ്സിനെ കാണാം. ഒപ്റ്റിക്കൽ, മാസ് സ്പെക്ട്രോമീറ്റർ, അങ്ങനെ പല സ്പെക്ട്രോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും അത് കൊണ്ടിട്ട് നമുക്ക് ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഏതൊക്കെയാ? ഓസിലോസ്കോപ്പ് വെച്ചിട്ടും നമുക്ക് ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി കൗണ്ടർ വെച്ചിട്ടും നമുക്ക് ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇത് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പം
ഡി ആണ് ബോത്ത്. ഇനിയും ഇൻ സൊണാർ വി യൂസ്, എന്താണ് നമ്മൾ സൊണാറിൽ യൂസ് ചെയ്യുന്നത്? സൊണാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താ സൊണാർ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് അല്ലേ. സൊണാർ എന്ന് പറയുന്നത് ഏത് വേവിനെ, ഏത് അക്വസ്റ്റിക് വേവിന്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അൾട്രാസോണിക് വേവ്സിന്റെ ആപ്ലിക്കേഷനിൽ അല്ലേ. എന്തൊക്കെയാണ് സൊണാറിന്റെ ആപ്ലിക്കേഷൻ? വളരെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെപ്ത് ഓഫ് ദ സീ മെഷർ ചെയ്യാം, സബ്മറൈൻസിനെ എന്താ മാർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ ഷിപ്രെക്സ്. അപ്പം അങ്ങനെ ആ ഒരു എന്താ അൾട്രാസോണിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, താഴെ ചെല്ലുന്നു, തട്ടുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡെപ്ത് കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം സൊണാർ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വേവ്സിനെയാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ, which material is commonly used in ultrasonic transducer for generating sound waves? ഇത് തന്നെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ പീസോ ഇലക്ട്രിക് എഫക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ട്രാൻസ്ഡ്യൂസേഴ്സ്, അൾട്രാസോണിക് ട്രാൻസ്ഡ്യൂസേഴ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫക്റ്റ് യൂസ് ചെയ്യുന്നത്? അൾട്രാസോണിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഏത് തരം മെറ്റീരിയൽസ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു രണ്ട് മെറ്റീരിയൽസ് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ഓർക്കണം. പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് കണ്ടാൽ തന്നെ നമ്മൾ ഓർത്തോണം, ക്വാർട്സും സെറാമിക്സും. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നമുക്ക് ക്വാർട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ആൻസർ ക്വാർട്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ സ്പീഡ് ഓഫ് അൾട്രാസോണിക് വേവ് ഡിപ്പെൻഡ്സ് ഓൺ, അല്ലേ. അൾട്രാസോണിക് വേവിന്റെ സ്പീഡ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കൊരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്പീഡ് ഓഫ് എ വേവ് v is equal to root of e by rho എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ e എന്ന് പറയുന്നത് എന്താ? ഇലാസ്റ്റിക് മോഡുലസും റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ആണ്. അപ്പൊ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് ആൻസർ ചെയ്യുക. അപ്പൊ അൾട്രാസോണിക് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ആരെയൊക്കെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക? ഇലാസ്റ്റിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇലാസ്റ്റിക് മോഡുലസ് ആവുമ്പോൾ ഇലാസ്റ്റിസിറ്റി അല്ല, ഇലാസ്റ്റിസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയത്തിന്റെ ഡെൻസിറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യണേ. സോ മീഡിയത്തിന്റെ ഡെൻസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ചേഞ്ച് ഇൻ ഇന്റൻസിറ്റി ലെവൽ ഓഫ് 1 ഡെസിബൽ. അപ്പം ഇന്റൻസിറ്റിയുടെ ലെവൽ എന്താ, എത്ര കൂടി എന്നാ പറയുന്നത്? 1 ഡെസിബൽ കൂടുമ്പം ആ സൗണ്ടിന്റെ ഇന്റൻസിറ്റിക്ക് വരുന്ന ചേഞ്ച് ആണ് നമ്മൾ പറയേണ്ടത് അല്ലേ. 1 ഡെസിബൽ കൂടിയപ്പം ഇന്റൻസിറ്റി ഓഫ് ദ സൗണ്ടിന് വരുന്ന ചേഞ്ച് എത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രോബ്ലം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നോർമലി ചേഞ്ച് ഒന്നും ഇല്ലാത്ത സമയത്ത് ലൗഡ്നെസ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ലൗഡ്നെസ് ഇസ് ഈക്വൽ ടു 10 log to the base 10 I/I0. ചേഞ്ച് ഒന്നും ഇല്ലാത്ത സമയത്തുള്ള ലൗഡ്നെസ്. ഇതിനെ ഞാൻ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ എന്താ പറയുന്നത്? ഇന്റൻസിറ്റി ലെവൽ 1 ഡെസിബൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നാ പറയുന്നത് അല്ലേ. അപ്പം ലൗഡ്നെസ് എന്തായി? L+1 ആയി. L+1 is equal to 10 log to the base 10 I1. പുതിയ ഇന്റൻസിറ്റി എന്ന് പറയുന്നതിനെ I ആയിട്ട് മാറ്റി, I1 ആയിട്ട് മാറ്റി, I1/I0. ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ എന്താ ചെയ്യുക? 1നെ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് റീഅറേഞ്ചും കൂടി ചെയ്യണം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 1 is equal to 10 log to the base 10 I1 minus I1/I0 minus 10 log to the base 10 I/I0 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യുന്നത്? 10നെ കോമൺ എടുത്തു, ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. 1/10 is equal to log to the base 10 I1/I എന്ന് കിട്ടും. ഇനിയും ഇതിന് നമുക്ക് എന്ത് കിട്ടും? I1 is equal to 1.2589 I എന്ന് നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? I1 മൈനസ് I/I എന്ന് പറയുന്നത് 1.2589 മൈനസ്
1/1 that is equal to 0.2589 എന്ന് നമുക്ക് കിട്ടും. പെർസെൻറ്റേജിൽ നോക്കുമ്പം 25.89% എന്നാണ് നമുക്ക് കിട്ടുക. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ എന്താവും 26% കേട്ടോ. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 26% ആണ്. അപ്പം അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയൊന്ന് ചെയ്ത് നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രോപ്പർട്ടി ഓഫ് ദ സൗണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് പിച്ച്. പിച്ചിനോട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സൗണ്ടിന്റെ പ്രോപ്പർട്ടി താഴെ പറയുന്നതിൽ ഏതാണ്? ഫ്രീക്വൻസി ആണോ, ലൗഡ്നെസ് ആണോ, ഇന്റൻസിറ്റി ആണോ, ആംപ്ലിറ്റ്യൂഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? The pitch of a sound is directly proportional to. പിച്ച്, ഒരു സൗണ്ടിന്റെ പിച്ച് എന്ന് പറയുന്നത് അതിന് ഡയറക്റ്റ്ലി ആർക്ക് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പഠിച്ചിട്ടുള്ളത്? ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി കൂടിയ ഒരു സൗണ്ട് ആണെങ്കിൽ അതിന്റെ പിച്ച് ഹൈ ആയിരിക്കും. ഫ്രീക്വൻസി കുറഞ്ഞൊരു സൗണ്ട് ആണെങ്കിൽ അതിന്റെ പിച്ച് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസിയും പിച്ചും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആ ഒരു പ്രോപ്പർട്ടി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ നമ്മുടെ ഈ സ്ലൈഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. What is the primary purpose of using a coupling gel in medical ultrasound imaging? നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അൾട്രാസൗണ്ട് ഇമേജിങ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രൈമറി പർപ്പസ് ഈ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേഷ്യൻ്റ് സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണോ, ടിഷ്യൂ ഹീറ്റിംഗ് റെഡ്യൂസ് ചെയ്യാനാണോ, ടു എലിമിനേറ്റ് എയർ ബിറ്റ്വീൻ ദ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ദ സ്കിൻ ആണോ, ടു എൻഹാൻസ് ഇമേജ് കോൺട്രാസ്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ആക്ച്വലി ഈ കപ്ലിംഗ് ജെല്ല് യൂസ് ചെയ്യുന്നത്? ഈ കപ്ലിംഗ് ജെല്ല് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എയറിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എയറിൽ കൂടിയിട്ട് അൾട്രാസൗണ്ടിന് ഒരു ബാരിയർ ആണ് എയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ കൂടിയിട്ട് അൾട്രാസൗണ്ടിന് നന്നായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ കപ്ലിംഗ് ജെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാസൗണ്ട് വേവ്സ് പേഷ്യൻ്റെ സ്കിന്നിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്ലിംഗ് ജെല്ല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയറിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ടു എലിമിനേറ്റ് എയർ ബിറ്റ്വീൻ ദ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ദ സ്കിൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ എയറിനെ എലിമിനേറ്റ് ചെയ്തിട്ട് വേവ് നന്നായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്ലിംഗ് ജെല്ല്, ഒരു ജെല്ലില്ലേ കപ്ലിംഗ് ജെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വളരെ ബേസിക് ആണ്. അക്വസ്റ്റിക്സിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി റിവർബറേഷൻസ് അങ്ങനെയുള്ള കുറച്ച് ഇച്ചിരി പ്രോബ്ലംസും ഇച്ചിരി ഹയർ ലെവലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അക്വസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ആ ഒരു കുറച്ച് പോർഷൻസിൽ നിന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു.